എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പോർഷൻ ഞങ്ങളുടെ ഇത് കുറയുന്നത്, പ്രാതിനിധ്യം കുറയുന്നത്? ഞങ്ങൾ ദേശീയ തലത്തിൽ ഇതുവരെയുള്ള ദേശീയ ഗവൺമെൻറ്റുകളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള കുടുംബാസൂത്രണ നയങ്ങൾ, ഫാമിലി പ്ലാനിങ്, അത് ഞങ്ങൾ ശരിയാം വിധം നടപ്പിലാക്കി. എന്ന് വെച്ചാൽ ഒരു നാഷണൽ പോളിസി ശരിയാം വിധം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഞങ്ങൾ പണിഷ് ചെയ്യപ്പെടുകയാണ്. അത് പറ്റില്ല. നിങ്ങൾ അവിടെ നാഷണൽ പോളിസി നിങ്ങളെല്ലാം നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള നാഷണൽ പോളിസി നിങ്ങൾ നടപ്പിലാക്കിയില്ല. നിങ്ങൾ അവിടെ ജനസംഖ്യ കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ നാഷണൽ പോളിസി നടപ്പിലാക്കാത്തതിന് ഇൻസെൻറ്റീവ് എടുക്കുകയും നാഷണൽ പോളിസി നടപ്പിലാക്കിയ ഞങ്ങൾ പണിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതാണ് സ്റ്റാലിൻ്റെ ലോജിക്ക്. അതുകൊണ്ട് ഇത് നടക്കില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ ശ്രദ്ധിക്കണം. 1960 ഓർമ്മ വേണം കേട്ടോ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ 60 ഓർമ്മയുണ്ടോ? 60 രാജ്യത്തെ തന്നെ പിടിച്ചുലച്ച ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത് തമിഴ്നാട്ടിൽ. ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം, അതിൻ്റെ തുടർച്ചയിലാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത്. കാരണം ഇതൊരർത്ഥത്തിൽ ഒരു സെഷനിസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു വിഘടനവാദ അണ്ണാദുരൈയൊക്കെ ദ്രാവിഡ നാട് എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇവന്മാരുടെ കൂടെ നിന്നാൽ നമ്മുടെ കാര്യം ശരിയാവത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റേറ്റ് ആവണമെന്ന അണ്ണാദുരൈ ദ്രാവിഡ നാട് ഉന്നയിക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, UAPA എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ, 1967 അത് പാസ്സാക്കപ്പെടുന്നത്. അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്നറിയോ? അത് ഈ തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ മൂവ്മെൻറ്റിനെ അതിനെ കട്ടയും ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി UAPA ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം മാരകവും രൂക്ഷവുമായിരുന്നു 60 പ്രക്ഷോഭം, ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആർക്കും ഓർക്കാവുന്ന കാര്യമാണ്. അതാണ് സ്റ്റാലിൻ 60 ഓർക്കണം കേട്ടോ എന്ന് പറയുന്നു. ഞങ്ങൾ സ്തംഭിപ്പിക്കും, ഞങ്ങളാകെ സ്തംഭിപ്പിക്കും. ഇത് മുന്നറിയിപ്പല്ല, ഇത് ഭീഷണിയല്ല, പക്ഷേ മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ, ഇന്ത്യൻ ഫെഡറലിസത്തെ, തമിഴ് പൊളിറ്റിക്സിനെ, ദ്രാവിഡ പൊളിറ്റിക്സിനെ എല്ലാറ്റിനെയും നിർണയിച്ച ഏറ്റവും നിർണായകമായൊരു ചരിത്രഘട്ടമാണ്. ഇന്ത്യൻ നാഷണൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഇത് അവസാനത്തെ ആണിയാണ്, ഞങ്ങൾക്ക് മേലടിക്കുന്ന അവസാനത്തെ ആണിയാണ്. അതുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പൊസിഷൻ. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല.